പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൻ റെയിൻസിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചൊരു മേജർ അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. റസൽ വേർഡ്സിൻ്റെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ അവർ പങ്കുവെക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ റോമൻ റെയിൻസ് ഇനി തിരികെ വരാൻ പോകുമ്പോൾ അദ്ദേഹത്തെ OTC എന്നോ YTC എന്ന ഒരു നിക് നെയിമിലൂടെയല്ല അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. OTC 1 അതായത് ന്യൂമറിക്കൽ നമ്പറായ 1 എന്ന് പറയുന്ന OTC 1 എന്ന ഒരു പുതിയൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ട്രൈബൽ ചീഫ് 1 എന്നുള്ള ഒരു പേരിൽ എങ്ങനെയായിരിക്കും റോമൻ റെയിൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വ്യത്യാസം പേരിൽ വരുന്നുണ്ടെങ്കിലും ക്യാരക്ടറിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിലവിൽ മാനേജ്മെൻറ്റ് താല്പര്യപ്പെടുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് റോമൻ റെയിൻസിൻ്റെ കഥാപാത്രത്തിൽ എങ്ങനെയാണ് വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. സമ്മർ സ്ലാമിൽ എന്തായാലും റോമൻ റെയിൻസിന് മത്സരം ഉണ്ടായിരിക്കും, അത് കൺഫേം ആയിട്ടുണ്ട്. റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള റോ എപ്പിസോഡിലോ നടക്കുമെന്നാണ് റസൽ വേർഡ്സിൻ്റെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ അവർ പങ്കുവെക്കുന്നത്. അപ്പോൾ OTC 1 അല്ലെങ്കിൽ ട്രൈബൽ ചീഫ് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ മെർച്ചൻഡൈസും റോമൻ റെയിൻസിൻ്റെ പേരിൽ WWE ഉടനെ തന്നെ പുറത്തേക്ക് വിടും. ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ കാണാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പും റസൽ വേർഡ്സ് പങ്കുവെക്കുന്നുണ്ട്. റസൽ വേർഡ്സ് പങ്കുവെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ നമുക്ക് ഈ ആഴ്ച തന്നെ പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് മുൻ ഡിവാസ് ചാമ്പ്യൻ ആയിരുന്ന AJ ലീയുടെ WWEയിലേക്കുള്ള തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് നിലവിൽ നമുക്ക് ലഭിക്കുന്ന കുറച്ച് റൂമേഴ്സാണ്. ഈ തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന വുമൻസ് ഡിവിഷന് വേണ്ടി നടത്തുന്ന WWEയുടെ എവല്യൂഷൻ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഒരു ബാറ്റിൽ റോയൽ മത്സരം നടക്കുന്നുണ്ട്. മത്സരത്തിൽ വിജയിക്കുന്ന റെസ്ലറിനെ ക്ലാഷ് ഇൻ പാരീസ് എന്ന് പറയുന്ന ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൽ വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കുറേയധികം സ്റ്റാർസിനെ ഈ ഒരു ബാറ്റിൽ റോയലിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. അവരിൽ NXTയിൽ നിന്നുള്ളവരുണ്ട്, സ്മാക്ക് ഡൗണിൽ നിന്നുള്ളവരുണ്ട്, റോയിൽ നിന്നുള്ളവരുണ്ട്. ഇതുകൂടാതെ സർപ്രൈസ് ആയിട്ടുള്ള എൻട്രികളും നമുക്ക് ബാറ്റിൽ റോയലിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ആ ഒരു എൻട്രി ആയിട്ടായിരിക്കും മിക്കവാറും AJ ലീയെ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളൊരു റൂമറാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഉറപ്പിച്ച് നമുക്ക് AJ ലീ റിട്ടേൺ ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഇങ്ങനൊരു റൂമർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. കൂടാതെ ഈ ബാറ്റിൽ റോയലിൽ വിജയിക്കാൻ സാധ്യതയുള്ളവരുടെ ഒരു ലിസ്റ്റ് ഒരു വെബ്സൈറ്റ് ഇപ്പോൾ ബെറ്റിംഗ് സൈറ്റ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബെറ്റിംഗ് സൈറ്റിൽ പങ്കുവെക്കുന്ന പേരുകൾ നോക്കുകയാണെങ്കിൽ ഇതിൽ 7ാം സ്ഥാനത്ത് AJ ലീയുടെ പേര് നമുക്ക് കാണാൻ സാധിച്ചു. കൂടാതെ WWEയുടെ വോൾട്ട് എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ AJ ലീയുടെ ക്യാരക്ടർ, AJ ലീയുടെ WWEയിലെ കരിയർ ഇതൊക്കെ കാണിച്ചു തരുന്ന ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോയും ഈ അടുത്ത് 2 ദിവസം മുൻപ് WWE പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ AJ ലീയുടെ ഒരു തിരിച്ചുവരവിൻ്റെ സൂചനകൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ WWE കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ബാറ്റിൽ റോയൽ മത്സരത്തിലൂടെ AJ ലീയെ തിരികെ കൊണ്ടുവരികയാണെങ്കിൽ അത് ഒന്നെങ്കിൽ എവല്യൂഷൻ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിക്കും, AJ ലീക്ക് നല്ലൊരു റിട്ടേണും കൊടുക്കാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ AJ ലീയുടെ തിരിച്ചുവരവിനെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് സോളോ സിക്കോവ എന്ന പുതിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ്റെ ആദ്യ മത്സരം, ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യുന്ന ആദ്യ മത്സരം ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. സോളോ സിക്കോവയുടെ സഹോദരനായ ജിമ്മി ഊസോയ്ക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. മത്സരം നടക്കാൻ പോകുന്നത് ഈ ഞായറാഴ്ചത്തെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിലാണ്. അപ്പോൾ സോളോ സിക്കോവയുടെ ആദ്യ ടൈറ്റിൽ ഡിഫെൻസ് സഹോദരനെതിരെ നടക്കുമ്പോൾ സോളോ സിക്കോവയ്ക്ക് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. ജിമ്മി ഊസോ 18 വർഷത്തോളമായി WWE കരിയർ ആരംഭിച്ചിട്ട് അദ്ദേഹത്തിന് ടാഗ് ടൈറ്റിൽ അല്ലാതെ മറ്റൊരു ഇൻഡിവിജ്വൽ ടൈറ്റിൽ NXTയിലോ അല്ലെങ്കിൽ WWEയുടെ മെയിൻ റോസ്റ്ററിലോ ഇതുവരെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇളയ സഹോദരനായ സോളോ സിക്കോവയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജിമ്മി ഊസോ പുതിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ആകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. അതുപോലെ കൂടാതെ തന്നെ ജിമ്മി ഊസോയും സോളോ സിക്കോവയും തമ്മിലുള്ള ഒരു മത്സരം നടക്കുമ്പോൾ അതിൽ സോളോ സിക്കോവയുടെ ഇപ്പോഴത്തെ ഫാക്ഷനായ മൈ ഫാമിലി ട്രീ എന്ന് പറയുന്ന MFT എന്ന് പറയുന്ന ഗ്രൂപ്പിലെ താരങ്ങളുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ജിമ്മി ഊസോയ്ക്ക് രക്ഷകനായിട്ട് ജേക്കബ് ഫാറ്റു അല്ലാതെ മറ്റൊരു താരത്തിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ ഒരു ഇടപെടൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അത് ആരാണെന്നും ഈ മത്സരത്തിൻ്റെ പ്രഡിക്ഷനും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത്
WWE സൂപ്പർ താരങ്ങളായ റോമൻ റെയിൻസും കോഡി റോഡ്സും ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രീറ്റ് ഫൈറ്റർ എന്ന് പറയുന്ന ഒരു വീഡിയോ ഗെയിമിനെ ആസ്പദമാക്കിക്കൊണ്ട് തയ്യാറാക്കുന്ന ഒരു വമ്പൻ സിനിമയിലാണ് ഇപ്പോൾ റോമൻ റെയിൻസിനെയും കോഡി റോഡ്സിനെയും കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മറ്റൊരു പ്രൊഫഷണൽ റെസ്ലിംഗിലെ ടോപ്പ് ചാമ്പ്യൻ ആയിരുന്ന വ്യക്തിയെയും കൂടി ഇപ്പോൾ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് മറ്റാരുമല്ല, മുൻ IWGP ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിരുന്ന ഹിറോക്കി ഗോട്ടോ എന്ന് പറയുന്ന റെസ്ലറിനെയാണ്. ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ മുൻ IWGP വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ താരം കഴിഞ്ഞ മാസമാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ജാക്ക് സാബ്രെ ജൂനിയർ എന്ന് പറയുന്ന റെസ്ലറിനോട് പരാജയപ്പെടുത്തി ആ ഒരു ടൈറ്റിൽ നഷ്ടപ്പെടുത്തുന്നത്. എന്നാൽ ഹിറോക്കി ഗോട്ടോയെ സംബന്ധിച്ച് നമുക്കറിയാൻ സാധിക്കുന്നത് റോമൻ റെയിൻസും കോഡി റോഡ്സും ഭാഗമായിട്ടുള്ള സിനിമയിലേക്കും ഹിറോക്കി ഗോട്ടോവിനെ നിലവിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഓഗസ്റ്റ് മാസത്തോടു കൂടി ഏകദേശം ഈ ഒരു സിനിമയുടെ വലിയ ഷൂട്ടുകൾ ആരംഭിക്കും. അപ്പോൾ റോമൻ റെയിൻസും കോഡി റോഡ്സും ഒക്കെ ഈ ഒരു ഷൂട്ടിൻ്റെ പിറകെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൽ നിന്നുള്ള താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ഈ ഒരു സിനിമയിലേക്ക് വമ്പൻ കാസ്റ്റ് നടത്തുന്നതിൻ്റെ കാരണം ഇതൊരു ഫൈറ്റ് ഓറിയൻറ്റഡ് സിനിമയാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വമ്പൻ ഫൈറ്റ് സീനുകളും നമുക്ക് ഈ സിനിമയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് WWE താരങ്ങളെയൊക്കെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാവുന്നതാണ്. നിലവിൽ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് താരത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.